ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഓട്ടോ സ്റ്റാൻഡ് പോലും നടത്തി ശീലമില്ലാത്ത അദാനിക്ക് ഇന്ത്യയിലെ 5 പ്രധാന വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് ലഭിച്ചതിന് പിന്നിൽ വൻ അഴിമതിയാണെന്ന് ആരോപണം. തിരുവനന്തപുരം വിമാനത്താവളം മറ്റാരെയും ഏൽപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് ലേലത്തിൽ പങ്കെടുത്ത കേരള സർക്കാരിന്റെ ആവശ്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതിരുന്ന കേന്ദ്രത്തിന്റെ ഒത്താശ കൂടി ഇക്കാര്യത്തിൽ അദാനിക്ക് കിട്ടിയെന്നാണ് വിമർശകരുടെ പക്ഷം. തിരുവനന്തപുരം അടക്കം 5 വിമാനത്താവളങ്ങളാണ് കേന്ദ്ര സർക്കാർ ലേലം നടത്തി സ്വകാര്യവൽക്കരിച്ചത്. 5ന്റെയും നിയന്ത്രണം അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കി. മംഗളൂരു, അഹമ്മദാബാദ്, ജയ്പൂർ, ലഖ്നൗ എന്നിവിടങ്ങളാണ് മറ്റുള്ളവ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലായിരുന്നവയാണ് ഈ വിമാനത്താവളങ്ങൾ. 50 വർഷത്തേക്കാണ് ഇവയുടെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് ലഭിച്ചിരിക്കുന്നത്. സ്വകാര്യവൽക്കരണ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനാൽ ഗുവാഹത്തി വിമാനത്താവളത്തിന്റെ ലേലം നടന്നില്ല. കൊച്ചി വിമാനത്താവളം നടത്തുന്ന സിയാലിന്റെ മാതൃക ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചാണ് കേരള സർക്കാർ ലേലത്തിൽ പങ്കെടുത്തത്. കേരളത്തിന്റെ കമ്പനി ഒരു യാത്രക്കാരന് വേണ്ടി ചിലവഴിക്കാൻ 135 രൂപ വാഗ്ദാനം ചെയ്തപ്പോൾ 168 രൂപയാണ് അദാനി ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചത്. 63 രൂപ രേഖപ്പെടുത്തിയ GMR ഗ്രൂപ്പ് മൂന്നാമതെത്തി. ഏറ്റവും ഉയർന്ന തുക രേഖപ്പെടുത്തിയെന്ന നിലയിലാണ് അദാനി ഗ്രൂപ്പ് വിമാനത്താവളം കൈവശപ്പെടുത്തുന്നത്. വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറുന്നത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ജനുവരി 28-ന് ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതേസമയം 5 വിമാനത്താവളങ്ങളും അദാനി ഗ്രൂപ്പിന് ലഭിച്ച നടപടി അത്ഭുതം ഉളവാക്കുന്നുവെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. വിമാനത്താവള നടത്തിപ്പിൽ യാതൊരു മുൻപരിചയവും അദാനി ഗ്രൂപ്പിനില്ല. ആ കമ്പനിക്ക് എല്ലാ വിമാനത്താവളങ്ങളും ഏൽപ്പിച്ചു കൊടുക്കാൻ ഉയർന്ന തലത്തിൽ നീക്കം നടന്നതായാണ് പലരും സംശയിക്കുന്നത്. ലേലത്തിൽ പങ്കെടുത്ത കമ്പനിക്ക് മുൻപരിചയം വേണമെന്ന നിബന്ധന ഒഴിവാക്കിയത് തന്നെ അദാനിയെ സഹായിക്കാനായിരുന്നുവെന്നാണ് ആക്ഷേപം. എല്ലാ വിമാനത്താവളങ്ങളും അദാനി ഗ്രൂപ്പിന് ലഭിക്കുമെന്ന ചില ദേശീയ മാധ്യമങ്ങൾ ലേലം തുടങ്ങും മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതും സംശയം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യം ഉയർന്നു കഴിഞ്ഞു. ടെൻഡറുകൾ പൊട്ടിച്ചു എന്ന ആക്ഷേപവും ഉയർന്നു വന്നിരുന്നു. കൊച്ചി, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ സ്ഥാപിക്കുന്നതിലും നടത്തുന്നതിലും കേരള സർക്കാരിനുള്ള പരിചയം കണക്കിലെടുത്ത് ലേലത്തിൽ റൈറ്റ് ടു റെഫ്യൂസൽ വേണം എന്നാണ് കേരള സർക്കാർ അവകാശപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ആ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറായില്ല. അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ലേലത്തിൽ വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും ഉയർന്ന തുകയ്ക്ക് തുല്യമായ പണം നൽകി കേരളത്തിന്റെ കമ്പനിക്ക് വിമാനത്താവളം നടത്താൻ പറ്റുമായിരുന്നു. എന്നാൽ വെറും 10% തുക വ്യത്യാസത്തിൽ മാത്രമാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. അവരുടെ മനസ്സിൽ അദാനി ആയിരുന്നതിനാലാണ് ഈ ആവശ്യം നിരാകരിച്ചതെന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്നതായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. കേരളം സൗജന്യമായി നൽകിയ ഭൂമിയിലാണ് തിരുവനന്തപുരം വിമാനത്താവളം നിർമ്മിച്ചിരിക്കുന്നത്. പൊതുമേഖലയിൽ നിലനിർത്തണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ന്യായമല്ലെന്ന് പറയാനാവില്ല. തിരുവിതാംകൂർ രാജാവിന്റെ കാലത്തും പിന്നീടുമായി 635 ഏക്കർ ഭൂമി വിമാനത്താവളത്തിനായി കേരളം സൗജന്യമായി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, വിമാനത്താവള വികസനത്തിന് 250 കോടി രൂപ ചിലവിൽ 18 ഏക്കർ ഭൂമി ഏറ്റെടുത്തുള്ള നടപടികൾ അവസാന ഘട്ടത്തിലുമാണ്. ഇതെല്ലാം കണക്കിലെടുത്താണ് സ്വകാര്യവൽക്കരിക്കരുതെന്ന് കേരളം ആവശ്യപ്പെട്ടത്. പക്ഷേ യാതൊരു പരിഗണനയും ലഭിച്ചില്ല. വർഷങ്ങൾക്ക് മുൻപ് വിമാനത്താവളത്തിന്റെ സ്വകാര്യവൽക്കരണത്തിന് നീക്കമുണ്ടായപ്പോൾ തന്നെ കേരളം ഇടപെട്ടിരുന്നു. കേരളവുമായി ആലോചിച്ച് മാത്രമേ തീരുമാനം ഉണ്ടാകൂവെന്ന് 2003-ൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് രേഖാമൂലം ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. വിമാനത്താവളത്തിന് സർക്കാർ നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് കേന്ദ്രം ഇന്ന് ഇങ്ങനെ ഉറപ്പു നൽകിയത്. എന്നാൽ ഇതെല്ലാം നരേന്ദ്രമോദി സർക്കാർ ലംഘിച്ചുവെന്നാണ് ആരോപണം. തിരുവനന്തപുരം ഉൾപ്പെടെ ലേലത്തിൽ വെച്ച 5 വിമാനത്താവളങ്ങളും അദാനി ഗ്രൂപ്പിന് ലഭിച്ചു എന്നതിൽ തികഞ്ഞ ദുരൂഹതയും അഴിമതിയും ഉണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. രാജ്യത്ത് ലാഭകരമായി പ്രവർത്തിക്കുന്ന വിമാനത്താവളങ്ങളിൽ മുൻപന്തിയിലാണ് തിരുവനന്തപുരം. യാത്രക്കാരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ വിമാനത്താവളം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നത് രാജ്യ താൽപര്യത്തിന് തന്നെ വിരുദ്ധമാണെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ചുമതല അദാനി ഗ്രൂപ്പിന് നൽകുന്നതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നിരുന്നു. അദാനിക്ക് വിമാനത്താവളം നടത്തി പരിചയമില്ല എന്നും മോദിയുമായി പരിചയമുണ്ട് എന്നതാണ് ലേലം ജയിക്കാൻ കാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിമാനത്താവള നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ലേലത്തിൽ വിചിത്രമായ കാര്യങ്ങളാണ് ഉണ്ടായത്. അദാനി എന്ന ഒരു കുത്തകയെ മാത്രം ഏൽപ്പിച്ചാൽ വിമാനത്താവളത്തിന്റെ വികസനം നടക്കുകയും സർക്കാരിനെ ശത്രുപക്ഷത്തിൽ നിർത്തി ലാഭം ഉണ്ടാക്കാമെന്നത് തോന്നലാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ ലേലം ചെയ്ത വിമാനത്താവളങ്ങളിൽ ഏറ്റവും അധികം യാത്രക്കാരുള്ള വിമാനത്താവളം തിരുവനന്തപുരമാണ്. വിഴിഞ്ഞം തുറമുഖത്തിനൊപ്പം തിരുവനന്തപുരം വിമാനത്താവളവും കൈപ്പിടിയിൽ ഒതുക്കിയതോടെ കേരളത്തിന്റെ ഗതാഗത രംഗത്ത് കുത്തകയായി അദാനി മാറുവാനിടയുണ്ട്. അതിനെ സംസ്ഥാന സർക്കാർ നേരിടുമെന്ന സൂചനയാണ് പിണറായിയും കോടിയേരിയും നൽകിയിരിക്കുന്നത്. ആകാശം കീഴടക്കാനുള്ള അദാനിയുടെ ആഗ്രഹം അത്ര എളുപ്പം നടക്കുമെന്നും തോന്നുന്നില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.